നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മീനമാസം 22-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 15-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ 6:21 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുന്ന സമയമാണ് ശനിയാഴ്ച ദിവസം രാവിലെ 6:21 എന്ന സമയത്താണ് സൂര്യോദയം നടക്കുന്നത്. സൂര്യോദയത്തിന് ശേഷം സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നതിന് ശേഷം അഷ്ടമി തിഥിയിൽ കൂടിയാണ് ഈ യാത്ര തുടരുക. വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ കടന്നു വരുന്നു. നിലാവുള്ള രാത്രിയെ നമുക്ക് സമ്മാനിക്കുവാൻ വേണ്ടി ചന്ദ്രദേവൻ കടന്നു വരുന്നു. അങ്ങനെ നല്ല നിലാവുള്ള ഒരു രാത്രിയെ ഈ പ്രകൃതിക്ക് സമ്മാനിക്കുവാൻ ചന്ദ്രദേവന് മനസ്സുണ്ടാകുന്നു. അങ്ങനെ നമുക്ക് നിലാവുള്ള ഒരു രാത്രി അനുഭവിക്കാൻ കഴിയുന്നു. ശനിയാഴ്ച ദിവസം പകലും രാത്രിയുമായിട്ട് നമ്മളിൽ നിന്നും അകലുന്നു. ഇതാണ് പ്രകൃതിയിൽ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ 5:21 അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ 5:31 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പാദ സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ശനിയാഴ്ച പുലർച്ചെ 5:21 ആരംഭിക്കുന്നത്. അപ്പോൾ 5:21 ആരംഭിക്കുമ്പോൾ രാത്രി 11:21 വരെയുള്ള സമയമാണ് പുണർദം മുക്കാൽ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീടുള്ള നക്ഷത്ര സമയം പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന പാദ സമയമാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാലം എന്നാണ് അതിന് പറയുന്നത്. ആ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ പുണർദ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും പുണർദ നക്ഷത്രമാണ് ഈ ശനിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക. ഏതൊക്കെ നക്ഷത്ര ജാതകരെയാണ് പുണർദം നക്ഷത്രം സ്വാധീനിച്ച് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുക, ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. പൂരുട്ടാതി, ഉത്രട്ടാതി, രോഹിണി, തിരുവാതിര, ഭരണി, ചോതി, വിശാഖം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക, മകീരം, അശ്വതി, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാരൊക്കെ വളരെ സൂക്ഷിക്കണം. കാർത്തിക, മകീരം, അശ്വതി, അനിഴം, തൃക്കേട്ട നാളുകാർ വളരെ സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പുണർദം നക്ഷത്രപ്രകാരമാണ് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. പ്രതികൂലങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:50 മുതൽ 9:20 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:50 മുതൽ 12:24 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:50 മുതൽ 5:20 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. അപ്പോൾ ശനിയാഴ്ച രാവിലെ 7:50 മുതൽ 9:20 വരെയുള്ള സമയം, പിന്നീട് 10:50 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം, പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:50 മുതൽ 5:20 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയമായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 5 ഒറ്റസംഖ്യ ആക്കുമ്പോൾ, അതായത് ഏതൊരു മാസത്തെയും 5, 14, 23, 14, 23 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും.
അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇളം നിറങ്ങളെ ആശ്രയിക്കുക. ഇളം നിറങ്ങളെ ആശ്രയിച്ചാൽ, ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷപ്രകാരം ഏതൊരു മാസത്തെയും 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരമാണ് പറഞ്ഞത്, ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ മാറി ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. ഇനി എൻ്റേതായിട്ടുള്ള റിക്വസ്റ്റ് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക. മനസ്സിന് സന്തോഷം കിട്ടുന്ന കമൻറ്റുകളൊക്കെ ചെയ്യുക. ഓക്കെ. ഇനി ശനിയാഴ്ച ദിവസം പുണർത നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. ധനം വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരും ശനിയാഴ്ച ദിവസം. പുണർദം നക്ഷത്രത്തിൻ്റെ പൊരുത്തപ്രകാരം തിരുവാതിര, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാർ ധനപരമായ വിഷയങ്ങളിൽ ഇടപെട്ടാൽ, ധനം കൈകാര്യം ചെയ്താൽ, കൊടുത്തുവാങ്ങലൊക്കെ നടത്തിയാൽ അത് വിജയിക്കും. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ളൊരു പരാജയം ഉണ്ടാകാതെ ഈ നാളുകാർക്ക് നക്ഷത്രപ്പൊരുത്തം കൊണ്ട് അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ലോട്ടറി ഭാഗ്യം മീനക്കൂറുകാർക്ക് വന്നു ചേരുന്നു. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കും പ്രതീക്ഷിക്കാം. ലോട്ടറി ഭാഗ്യം ഇവർക്കൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ലോട്ടറി അടിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ലോട്ടറി അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ പ്രവചനം അവർക്ക് ഗുണകരമായി തീരട്ടെ എന്നുള്ള വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാനങ്ങനെ പറഞ്ഞത്, ഒരു നക്ഷത്രത്തിൽ 11 ലക്ഷത്തിലധികം ജാതകരുണ്ട്. അപ്പോൾ അത്രയും പേരിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.